രോഗം ഇനി അവളെ ബാക്കിയുണ്ടോ? ഇപ്പോ ഗൗരിമോളിൽ കാണുന്ന ഈ പുരോഗതിയുടെ അർത്ഥം അവളുടെ അസുഖം പൂർണ്ണമായും മാറിയെന്നല്ല. ഇപ്പോ അവളൊരു പളുങ്ക് പാത്രം പോലെയാണ്. ചെറിയൊരു അശ്രദ്ധ, ഒരു ഷോക്ക്, അത് മതി വീണ്ടും എല്ലാം തകരാൻ. അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബാഡ് ന്യൂസായി മാറും. കുറച്ച് ദിവസം കൂടി ആശുപത്രിയിൽ തുടരാം. അത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകാം. പക്ഷെ കുറച്ച് നാളത്തേക്ക് ഇതേ കരുതൽ മോൾക്ക് നിങ്ങൾ കൊടുക്കണം. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഗൗരിമോളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നതോ അവൾക്ക് ഷോക്ക് ഏൽക്കുന്നതോ ആയ ഒരു കാര്യവും അവൾ അറിയാനോ അവളോട് പറയാനോ പാടില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഗൗരിമോൾക്ക് അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ചെറിയൊരു ഷോക്ക് പോലും കേൾക്കാനുള്ള ശക്തി അവളുടെ കുഞ്ഞു ഹൃദയത്തിന് ഇപ്പോ ഇല്ല. അതിന് കുറേ സമയമെടുക്കും. അതുവരെ അമ്മയുടെയും അച്ഛന്റെയും കരുതലും സ്നേഹവും തന്നെയാണ് മോളുടെ രക്ഷാകവചവും. ഇനിയും മോളുടെ ജീവിതത്തിലേക്ക് ഈ രോഗം തിരിച്ചു വരരുത്. അവൾക്ക് വേണ്ടി എന്തും ചെയ്യാനും ഞങ്ങൾ തയ്യാറാ. മറ്റൊന്നും ചെയ്യണ്ട. അവൾക്ക് പ്രിയപ്പെട്ടത് എല്ലാം കൊടുത്തേക്ക്. അച്ഛൻ, അമ്മ, കൂട്ടുകാർ, സ്നേഹത്തോടെ എല്ലാവരും ചുറ്റിലും ഉണ്ടാവുക. മരുന്നിനേക്കാൾ അവൾക്ക് വേണ്ടത് ഈ സന്തോഷമാണ്. ഞങ്ങൾ അവൾക്കൊന്നിനും ഒരു കുറവും വരുത്തില്ല ഡോക്ടർ. ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ പല അത്ഭുതങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഗൗരിമോളുടെ കാര്യത്തിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ മരുന്ന് അവളുടെ അമ്മയുടെ സ്നേഹമാണ്. ഒന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം, ഞങ്ങളുടെ കൈപ്പിടിയിൽ നിന്ന് പോലും കൈവിട്ടു പോകുമായിരുന്ന ഗൗരിമോളുടെ ജീവൻ തിരികെ കൊണ്ടുവന്നത് ഈ അമ്മയുടെ സ്നേഹം തന്നെയാണ്. ബട്ട് മെഡിക്കൽ സയൻസിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഒരു പരിധിയുണ്ട്. പക്ഷേ അമ്മയുടെ സ്നേഹത്തിന് ആ പരിധിയില്ല. ഉണ്ണാതെയും ഉറങ്ങാതെയും സമൃദ്ധ മകൾക്ക് വേണ്ടി രാവും പകലും പ്രാർത്ഥനയോടെ ഇരുന്നത് ഞാൻ കണ്ടതല്ലേ. അതിനേക്കാൾ വലിയ ഒരു മരുന്നും ഗൗരിമോളുടെ ജീവിതത്തിൽ വേറെ കിട്ടാനില്ല. ഒന്നു മാത്രം ഓർത്താ മതി, ഗൗരിമോളുടെ ജീവിതം അവളുടെ അമ്മയുടെ കയ്യിലാണ്. എപ്പോഴും അമ്മ അവളുടെ കൂടെ തന്നെ ഉണ്ടാവണം. ഞാൻ പറഞ്ഞത് സമൃദ്ധയ്ക്ക് മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായി ഡോക്ടർ. എന്റെ മോളുടെ കൂടെ ഞാൻ ഉണ്ടാവും. എന്റെ മോളെ വിട്ട് ഞാൻ ഒരിക്കലും പോവില്ല. ഓക്കെ. ഇത് സർപ്രൈസ് ആണല്ലോ സർ. അല്ല, സാറെന്താ ഈ വഴിക്ക്? ആവശ്യം എൻ്റെ ആയതുകൊണ്ട് ഞാൻ ആരതിയുടെ അടുത്തേക്ക് വരുന്നതാണല്ലോ മര്യാദ.